അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ സുന്ദരമായ സുദിനങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ റബീഅ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്താൻ, വിജയിക്കാൻ നമുക്ക് ഈ മാസത്തിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ പ്രവാചകൻ അല്ലാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മഹത്വത്തെ സൂചിപ്പിക്കുന്ന വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ വളരെ കൃത്യമായി അല്ലാഹു ആ ഒരു മഹത്വം ബോധ്യപ്പെടുത്തി തരുന്ന അത്ഭുതകരമായ ഒരു ആയത്താണ് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിൻ്റെ മാലാകമാരും ഈ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവിൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലാൻ മാത്രം മനുഷ്യരായ മനുഷ്യ വിഭാഗത്തിൽ ജനിച്ച ഈ പ്രവാചകന് ഇത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ശറഫാണ്, ഫളലാണ് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, അല്ലാഹു ചൊല്ലുന്നു, അല്ലാഹുവിൻ്റെ മലക്കുകൾ ചൊല്ലുന്നു, വിശ്വാസികളായ മനുഷ്യരോടും ചൊല്ലാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. ആ സ്വലാത്തിന്റെ ഭാഗമാണ് മുത്തുനബിയുടെ പേരിൽ മദ്ഹ് പറയുക എന്നുള്ളതും മൗലിദ് പാരായണം ചെയ്യുക എന്നുള്ളതും. പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ച് നമ്മുടെ മുൻഗാമികൾ അവരുടെ ഒരു കീഴ്വഴക്കം പരിശുദ്ധമായ റബീഉൽ അവ്വൽ സമാഗതമായാൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുക, മൗലിദ് പാരായണം ചെയ്യുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, മറ്റു മതസംവിധാനങ്ങളൊക്കെ മദ്ഹ് കൊണ്ടും മൗലിദ് കൊണ്ടും സജീവമാക്കുക നമ്മുടെ മുൻഗാമികളുടെ കീഴ്വഴക്കമാണ്. പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് നമ്മുടെ കേരളത്തിൻ്റെ മുൻകാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ നമ്മുടെ മുൻഗാമികളാൽ ചെയ്തു വരുന്ന അത്ഭുതകരമായ ഒരു അമലാണ് മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമാണ് പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് രചിച്ചത്. പൊന്നാനി ദേശത്തൊരു കാലത്ത് കോളറ പിടിപെട്ടപ്പോൾ ആ മാരകമായ രോഗം ശമിക്കാൻ വേണ്ടി അന്നത്തെ മഹാൻ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ അദ്ദേഹം പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് രചിക്കുകയും വീടുകൾ വീടാന്തരം, പള്ളികൾ പള്ളികളാന്തരം ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത് വീട് വീടാന്തരം അതുപോലെ എല്ലാ പള്ളികളിലും എല്ലാ മതസംവിധാനങ്ങളിലും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്ത അത്ഭുതകരമായ മങ്കൂസ് മൗലിദ്. അതാണ് കാലങ്ങളോളമായി നമ്മുടെ മുൻഗാമികളാൽ നമ്മളും ചെയ്തു വരുന്നത്. ആ മങ്കൂസ് മൗലിദ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ രോഗങ്ങളിൽ നിന്ന്, സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന്, ആയിനീങ്ങളുടെ ഐനിൽ നിന്ന്, ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന്, എല്ലാ കെട്ടിക്കൊടുക്കുകളിൽ നിന്ന്, എല്ലാ മാറാവ്യാധികളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശമനം നൽകും. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാത്തിനും പരിഹാരം ലഭിക്കും. പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മുൻനിർത്തിയിട്ട്, മൗലിദ് മുൻനിർത്തിയിട്ട് നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോൾ തീർച്ചയായും അതിന് പരിഹാരം ലഭിക്കും. നല്ല ഈമാനോടെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മുഴുവനും മങ്കൂസ് മൗലിദിനെ മുറുകെ പിടിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മങ്കൂസ് മൗലിദ് കൊണ്ട് നമ്മുടെ വീടുകളെ ബറക്കത്താക്കപ്പെട്ട വീടുകളാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.